വിമർശനം കനക്കുന്നതിനിടെ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വീഴ്ചകൾ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്റെ ശരീരഭാഷ ശരിയായിരുന്നില്ലെന്നും ഇനി കൂടുതൽ പക്വതയോടെ പെരുമാറുമെന്നും MV ഗോവിന്ദൻ സ്വയം വിമർശനമായി പറഞ്ഞു. വീട്ടിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉണ്ടായെന്നും MV ഗോവിന്ദൻ യോഗത്തിൽ തുറന്നു പറഞ്ഞു. എന്നാൽ യോഗത്തിൽ ഉയർന്നു വന്ന് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വാദം. പ്രചരിക്കുന്ന വാർത്തകൾ പാർട്ടിയെ താറടിച്ച് കാണിക്കാനാണെന്നും കള്ളക്കഥകളിൽ പാർട്ടി തളരില്ല എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. അതേസമയം ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപിച്ചു. മതവും പള്ളിയും നോക്കി വോട്ട് ചെയ്യണമെന്ന് വ്യാപകമായി പ്രചാരണം നടന്നതായും രാഗേഷ് ആരോപിച്ചു. പ്രസ്താവന ഏറെ ചർച്ചയായതോടെ KK രാഗേഷിനെ പിന്തുണച്ച് പിണറായി വിജയൻ രംഗത്തെത്തി. CPIM കമ്മിറ്റികളിൽ ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ പാർട്ടിയുടെ തിരിച്ചുവരവിനുള്ള ഊർജ്ജമായി മാറുമോ? പാർട്ടി സെക്രട്ടറി സ്വയം വിമർശനം നടത്തിയത് മാറ്റത്തിന്റെ സൂചനയാണോ? കാണാം RD എക്സ്ട്രാ. ജില്ലാ നേതൃയോഗങ്ങളിലെല്ലാം അതിരൂക്ഷ വിമർശനം ഉയർന്നതിനു പിന്നാലെ വീഴ്ചകൾ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് MV ഗോവിന്ദൻ തന്റെ വീഴ്ചകൾ തുറന്നു സമ്മതിച്ചത്. വാർത്താ സമ്മേളനത്തിലെ ശരീരഭാഷ ശരിയായില്ലെന്നും വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞു. വിമർശനവും സ്വയം വിമർശനവുമെല്ലാം പരിശോധിച്ച് കേരളത്തിലെ പാർട്ടി മുന്നോട്ടു പോകുമെന്നും അതിനുള്ള ഊർജ്ജം ഇപ്പോഴത്തെ വിമർശനങ്ങളിലൂടെ ലഭിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായിയുടെ ധാർഷ്ട്യം, നേതാക്കളുടെ ശൈലിയും പെരുമാറ്റവും, ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ വിമർശിച്ചു. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് മതം നോക്കിയുള്ള വോട്ടിംഗ് രീതിയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. ഇടതുപക്ഷം തകർന്നാൽ മാത്രമേ BJPക്ക് വളരാൻ സാധിക്കൂ എന്ന അജണ്ടയാണ് BJP നടപ്പാക്കിയത്. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിച്ചത് താമരത്താങ്ങിലാണെന്നും KK രാഗേഷ് ആരോപിച്ചു. വിമർശനം ഉയർന്നതോടെ രാഗേഷിന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. ഇതിനിടെ പാർട്ടി യോഗങ്ങളിലെ വിമർശനത്തെക്കുറിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിമർശിക്കാനാണ് പറഞ്ഞതെന്നും പാർട്ടി അകത്താണ് വിമർശിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിമർശനവും സ്വയം വിമർശനവും എല്ലാം പരിശോധിച്ച് കേരളത്തിലെ പാർട്ടി മുന്നോട്ടു പോകുമെന്നും അതിനുള്ള ഊർജ്ജം ഇപ്പോഴത്തെ വിമർശനങ്ങളിലൂടെ ലഭിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയും ഉണ്ടാകുന്നത് പലപ്പോഴും അവര് പരസ്യമായിട്ടല്ലല്ലോ, പാർട്ടിക്കകത്തല്ലേ. പാർട്ടിക്കകത്ത് വിമർശനം, സ്വയം വിമർശനം എല്ലാം പോകണം എന്നും ആ ഉണ്ടാകുന്ന വിമർശനത്തെയും സ്വയം വിമർശനത്തെയും എല്ലാം സ്വാംശീകരിച്ച് ഫലപ്രദമായി കേരളത്തിലെ പാർട്ടി നല്ലതുപോലെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജം നൽകും എന്നതാണ് ആ ചർച്ചയിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞുപോയത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നുവെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. മതം നോക്കി വോട്ട് ചെയ്യണമെന്നാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞ് പ്രചരിപ്പിച്ചത്. പേരാവൂരും പയ്യന്നൂരും ഉണ്ടായത് താമരത്താങ്ങാണെങ്കിൽ നേമത്തുണ്ടായത് കൈത്താങ്ങാണെന്നും KK രാഗേഷ് ആരോപിച്ചു. ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അന്ത്യം കുറിക്കാൻ ആസൂത്രിത ശ്രമമുണ്ടായെന്നും കേരളത്തിന്റെ മതേതര മുഖം ഇല്ലാതാക്കാൻ ശ്രമം നടന്നെന്നും മുൻ റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. എല്ലാവരുടെയും അഭിപ്രായം കേട്ട് തെറ്റുകൾ തിരുത്തി LDF മുന്നോട്ടു പോകുമെന്നും രാജൻ വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അന്ത്യം കുറിക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ ഗൂഢാലോചന എന്ന് പറയണോ, ആസൂത്രിതമായിട്ടുള്ള ആക്രമണം എന്ന് പറയണോ, അത് ഇന്നലെ ആരംഭിച്ചതല്ല. പൂർണ്ണമായും സഖാക്കളുടെ അഭിപ്രായം കേട്ട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും അത് പരസ്യമായി ജനങ്ങളോട് പറയുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ പരിവേഷത്തിലേക്ക് തീർച്ചയായിട്ടും വലിയ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നല്ല, ഞങ്ങൾ ഉറപ്പിച്ചു കരുതുന്നത്. ആ വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിനായിരിക്കും നേതൃത്വപരമായ പങ്കുവഹിക്കുക. അതേസമയം മതത്തെയും വർഗീയതയും വേർതിരിച്ച് കാണണമെന്നും വർഗീയതയെ എതിർക്കുന്നത് മതവിരുദ്ധമല്ലെന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന P ജയരാജന്റെ പുസ്തകം പ്രകാശനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. വർഗീയതയെ ശക്തമായി എതിർത്തു പോവുക എന്താണ് പ്രധാനം. അത് ഏതെങ്കിലും മതത്തെ എതിർക്കലല്ല, വർഗീയത നാടിനാപത്താണ് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസി വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്
സ്വന്തം പക്ഷത്ത് ചേർക്കാനുള്ള വർഗീയ ഭീകരവാദ ശക്തികളുടെ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മതബോധമല്ല, മറിച്ച് മതത്തെക്കുറിച്ചുള്ള കപടബോധമാണ് വർഗീയത ഉൽപ്പാദിപ്പിക്കുന്നത്. തനിഷിപ്പോൾ CPIM അതിൻ്റെ പരാജയ കാരണങ്ങൾ അന്വേഷിക്കുന്നു, തിരുത്തൽ നടപടികൾക്ക് വേണ്ടിയുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്നു. പാർട്ടിയുടെ വിവിധ ജില്ലാ കമ്മിറ്റികളിലുള്ളവരുടെ പ്രതികരണങ്ങളാണല്ലോ ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നത്. ആ കമ്മിറ്റികളിൽ ശക്തമായ വിമർശനം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് പൊതുവേദികളിൽ നേതാക്കന്മാർക്ക് സംസാരിക്കേണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ പൊതുവേദികളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പാർട്ടി തിരിച്ചു വരുമെന്ന് ശക്തമായ ഭാഷയിൽ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു. ഇന്നിപ്പോൾ പക്ഷേ KK രാഗേഷ് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും ശക്തമായി ഒരു കാരണം പറഞ്ഞുള്ള ഒരു പ്രസംഗം ഞാൻ കേട്ടത് KK രാഗേഷിൻ്റെ ആയിരിക്കും. ആ കാരണത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ആവർത്തിച്ച് അവതരിപ്പിക്കുന്നത് ന്യൂനപക്ഷ മത വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പാണ് എന്ന പോയിന്റിലേക്കാണ്. എന്താ സനീഷിന് തോന്നുന്നു? അല്ല, ഇതിലിപ്പോൾ പൊതുവിൽ CPM ഈ പരാജയത്തോട് പ്രതികരിക്കുന്ന രീതി മികച്ചതാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ബൈറ്റ് കണ്ടാലും ഇതിനു മുമ്പ് ഇതിൻ്റെ പ്രതികരണത്തിനോട് ഇതിനോട് കാണിച്ചൊരു പ്രതികരണ രൂപമുണ്ടല്ലോ, അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഓക്കെയാണ് എന്ന് തോന്നല. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാര്യം, മുഖ്യമന്ത്രി പ്രതികരിക്കുന്നേ ഇല്ല, വന്ന് വർത്തമാനം പറഞ്ഞേ ഇല്ല എന്നാണ്. അതിനെയും മറ്റൊരു ആംഗിളിൽ എടുത്താൽ കിട്ടിയ അടി നല്ല തോതിലാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലെ വലിയൊരു നേതാവിന് പോലും ക്ഷീണിച്ച് ഒന്ന് ഇരിക്കേണ്ടി വന്നു എന്ന ഒരു തോന്നൽ പുറത്തേക്കുണ്ടാക്കി എന്നത് വെച്ച് നോക്കിയാൽ അതും പോസിറ്റീവാണ്. അതായത് ഒരു പൊതുജനം വോട്ടിലൂടെ പ്രഹരിക്കുന്നത് ചില അടയാളങ്ങൾ കൊടുക്കാനാണെങ്കിൽ, അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ വന്നിട്ട് ഇങ്ങനെ വലിയ ആത്മാഭിമാനത്തോടെ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്രയും വലിയ ഒരു പ്രഹരം ജനം തന്നല്ലോ, അപ്പോൾ ഞങ്ങൾ ഒരൽപ്പം ക്ഷീണിച്ചിരുന്നേക്കാം എന്ന തോന്നൽ ഉണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരാളായതുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ കുറച്ച് ദിവസം ഇരുന്നു എന്നതുപോലും ജനം വിചാരിച്ച കാര്യം നടന്നു. ഇവരൊരു പാഠം പഠിപ്പിക്കണമെന്നാണ് ജനം വിചാരിച്ചിരുന്നെങ്കിൽ അതിൽ ഞങ്ങൾ വിനയത്തോടെ ഏറ്റുവാങ്ങുന്നു എന്നൊരു തോന്നൽ അതടക്കം ഉണ്ടാക്കി എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പ്രതികരണമാണെങ്കിൽ തന്നെ നമ്മൾ കാണുമ്പോൾ എന്താണ്, ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റികൾക്കകത്ത്, ജില്ലാ കമ്മിറ്റികൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണല്ലോ, അതിനകത്തുണ്ടായിരിക്കുന്ന ചർച്ചകളെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അപ്പോൾ സാധാരണഗതിയിൽ CPMൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് വന്നെന്താ പറയുക, ആര് പറഞ്ഞു ഞങ്ങളുടെ ചർച്ച നിങ്ങൾക്ക് ഇനി അറിയാം, നിങ്ങളുണ്ടായിരുന്ന യോഗത്തിനകത്ത് ഇതൊന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്ന വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാകുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ, അത് വേണം, അതുകൊണ്ട് ഞങ്ങൾ തെറ്റിതിരുത്തി മുന്നോട്ട് പോകും എന്ന് വെച്ചാൽ ഒരു പാർട്ടി കമ്മിറ്റിക്കകത്തെ രഹസ്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുമൊന്നുമല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിധി വന്നിട്ട് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അതിന് പിന്നാലെ ഞങ്ങളിങ്ങനെ ഒരു തിരുത്തൽ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് യോഗങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കെതിരെ അടക്കം ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഉണ്ട്, ഞങ്ങളത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന സമ്മത പ്രകടനമാണ് സംസ്ഥാന സെക്രട്ടറി നടത്തുന്നു എന്നത് വളരെ ശുഭകരമായിട്ടൊരു കാര്യമായിട്ട് CPIM പ്രവർത്തകരും പൊതുവിൽ രാഷ്ട്രീയത്തെ ആകപ്പാടെ കാണുന്ന ആളുകളും കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അതിനോട് അഹങ്കാരപൂർണ്ണമായിട്ടൊരു നിലപാടോ ഒന്നുമല്ല, ഞങ്ങളതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്ന ഒരു വിനയാന്വിത നിൽപ്പ് അതിനകത്ത് CPIM സ്വീകരിക്കുന്നു എന്ന് നമ്മൾ കാണണം. അത് ഗോവിന്ദ മാഷ് വ്യക്തിപരമായിട്ടാണെങ്കിലും അതെ, വന്ന വാർത്തകൾ എന്താണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എൻ്റെ ശൈലി ശരിയായിട്ടില്ല, ഞാൻ കുറച്ച് തിരുത്തിയിട്ട് പോകണം എന്നൊക്കെ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്, അവിടെ സമ്മതിച്ചായിട്ട് വാർത്തയിൽ കാണുന്നത്. അതിനെ നിഷേധിക്കാനൊന്നും അദ്ദേഹം നിൽക്കുന്നില്ല. ശരി, നമുക്കിത് പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോകാം എന്ന ഒരു നിലപാട് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞതിനെ നമ്മൾ അങ്ങനെ കാണാം. അപ്പോൾ പൊതുവിൽ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിനകത്തൊക്കെ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾ തുറന്നടിച്ച് മുഖത്തോക്കി കാര്യം പറയുന്ന ഒരു അവസരത്തെ അവർ ഉപയോഗിക്കുകയാണ്, ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലാതായി പോകുന്നതിനെ പോസിറ്റീവായിട്ട് അവർ എടുക്കുകയാണെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തള്ളിക്കളയേണ്ടതും എതിർക്കേണ്ടതും ഒരാളവിൽ പരിഹസിക്കുകയും ആകേണ്ടുന്നൊരു നിലപാട് KK രാഗേഷ് സ്വീകരിച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. KK രാഗേഷ് പറയുന്നത് നമ്മൾ കേട്ടല്ലോ, അതായത് അദ്ദേഹം ന്യൂനപക്ഷ വർഗീയതയെപ്പറ്റി മാത്രമല്ല പറയുന്നത്, ആ പ്രസംഗത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കേട്ടാൽ BJPയെക്കുറിച്ചും പറയുന്നുണ്ട്. ചിലയിടത്ത് താമരത്താങ്ങുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ പേരാവൂർ സണ്ണി വക്കീൽ താമരത്താങ്ങാണ് എന്ന് പറയുന്നുണ്ട്, BJP സഹായിച്ചു, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും മതം നോക്കി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എബ്സേർഡാണ്, അസംബന്ധമാണ്. കാരണം അങ്ങനെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ സ്ഥലത്ത് പയ്യന്നൂരിൽ ഇങ്ങനൊരു വിജയം കുഞ്ഞികൃഷ്ണൻ ഉണ്ടാകുമായിരുന്നു. കുഞ്ഞികൃഷ്ണൻ മുസ്ലിമാ, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കി വോട്ട് ചെയ്യുമെന്ന് പറയാൻ? ഇപ്പുറത്ത് TK ഗോവിന്ദൻ മുസ്ലിമാണോ, നിങ്ങൾ മതം നോക്കി വോട്ട് ചെയ്യുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പറയാൻ? തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മുസ്ലിമാണോ, നിങ്ങൾ മതം നോക്കി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ജയിപ്പിക്കാൻ?
മതം നോക്കി വോട്ട് ചെയ്യാനാണെങ്കിൽ വേറെ എത്ര ആളുകൾ ഇവർ മാത്രമാണോ ജയിക്കേണ്ടത്, അല്ലെ ഇവരാണോ ജയിക്കേണ്ടത്? അപ്പോൾ അതൊരു അപ്സേർഡായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന പരിപാടിയിലേക്ക് കെ രമേശ് മാറുകയാണ്. അതായത് ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാവുന്ന ഒരു ലൈൻ അങ്ങ് പിടിക്കുക. അതെന്താണ്? ആ ലൈന് നമ്മൾ EMSൻ്റെ കാലം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചില വർഗീയ ശക്തികൾ ഒപ്പം ചേർന്ന് നിന്നു. ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാവുന്ന വാദമാണെന്നല്ല. എന്ന് വെച്ചാൽ വർഗീയ ശക്തികൾ നിന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് അവർ മതം നോക്കി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വിധി ഉണ്ടായത് എന്ന് പറയുമ്പോൾ അവർ ഇതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത് എന്നത് നാട്ടുകാർക്ക് മുന്നിലേക്ക് വരികയാണ്. കാരണം ഈ പറഞ്ഞത് പോലുള്ള അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നിച്ചു നിന്ന് LDFനെതിരായിട്ട് വോട്ട് ചെയ്തു, UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നത് വസ്തുതയാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അതിനുവേണ്ടി പണിയെടുത്തു എന്നതും വസ്തുതയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും രാഷ്ട്രീയമായിട്ട് ഇപ്പുറത്തായിരുന്നു, UDFലായിരുന്നു. അവർ LDFനെതിരെ വോട്ട് പിടിക്കില്ലേ? സ്വാഭാവികമായിട്ടും വോട്ട് പിടിക്കില്ലേ? പിന്നെ മുസ്ലിം ജനസാമാന്യം ഒന്നിച്ച് മുസ്ലിം ജനസാമാന്യം എന്ന നിലക്ക് തന്നെ LDFനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കേണ്ടത്, അതിനകത്ത് അവർ LDF മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനസാമാന്യം സവിശേഷമായുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. 2014 അവിടെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അത് കൂടി വരുന്നേ ഉള്ളൂ. കേരളത്തിലേക്ക് കൂടി അതിൻ്റെ ആകുലതകൾ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ജനസാമാന്യത്തിന് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഒന്നിച്ചു നിൽപ്പിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് എല്ലാവരും എതിർത്തുകൊണ്ടിരുന്നെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയും UDF മുസ്ലിം ലീഗും ഒക്കെ UDFൻ്റെ ഒരേ പാളയത്തിനകത്തേക്ക് വരുന്നത്. അവർ അങ്ങനെ നിൽക്കുന്നതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണേണ്ടത്. രാഷ്ട്രീയമായ സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ആശങ്കകൾ അവരെ ഒന്നിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന മുസ്ലിം ജനസാമാന്യം എന്തുകൊണ്ട് തങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നത് പരിശോധിക്കാനാണ് യഥാർത്ഥത്തിൽ CPM തയ്യാറാകേണ്ടത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തോട് CPIMനോടും CPIയോടും അവർക്ക് ആ വിശ്വാസം വരാത്തത്? അത് ഞങ്ങളുടെ ഭാഗത്തുള്ള കുഴപ്പമാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതിന് പകരം ഇവർ ന്യൂനപക്ഷങ്ങൾക്ക് മേലെ അവർ ഒന്നിച്ചു നിന്നിരിക്കുന്നു, അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന അങ്ങേയറ്റം ശരിയല്ലാത്ത പ്രസംഗം നടത്താൻ കെ രാഗേഷ് തയ്യാറാവുകയാണ് ചെയ്തിരിക്കുന്നത്. അത് എളുപ്പത്തിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഹർഷ അവിടെ, അതായത് വിജയരാഘവനൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കണക്ക് പരീക്ഷയ്ക്ക് പോയി, കണക്ക് പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ അറിയില്ല. അപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ള മലയാളം പരീക്ഷയുടെ പദ്യഭാഗം എഴുതി വെച്ച് കൊടുക്കുന്ന ഒരാളുടെ എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന മനോഭാവത്തിലാണ് കെ രാഗേഷ് സംസാരിക്കുന്നത്. PMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് ഇത് പറയുമ്പോൾ കേന്ദ്രത്തിൽ ദേശീയ സർക്കാർ BJP സർക്കാരല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രകടിതമായ വലിയ ബലരൂപം ഇവിടെ ഇല്ല. ഇതിപ്പോൾ വേറെയാണ്. ഇതിപ്പോൾ രാഷ്ട്രീയമാകപ്പാടെ മാറി. നിങ്ങൾ അതേ കാലത്ത് പറഞ്ഞു പഠിച്ചതും കേട്ടു പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേദിയിൽ നിന്നിങ്ങനെ പ്രസംഗിക്കുമ്പോൾ എവിടെ ചെന്നാണ് കൊള്ളുന്നത്? ഈ മുന്നിലിരിക്കുന്ന മനുഷ്യരിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് മുന്നിലിരിക്കുന്ന മനുഷ്യരിലെ ഇടതുപക്ഷക്കാരായുള്ള CPMകാരായുള്ള CPIM മെമ്പർമാർ പോലുമായിട്ടുള്ള ആളുകൾ പോലും വോട്ട് ചെയ്തു CPMനെതിരെ എന്നതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുന്നിലില്ലേ? അവരെന്താ വിചാരിക്കുക മനസ്സിൽ? അല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല എന്നല്ലേ വിചാരിക്കുക? അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അപ്പോൾ പോലും ഈ പറയുന്ന വർത്തമാനം വരരുതായിരുന്നു. അതായത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് കേട്ടിട്ട് മതപരമായിട്ട് വോട്ട് ചെയ്യണമെന്ന് കേട്ടിട്ട് മതപരമായിട്ട് വന്ന് വോട്ട് ചെയ്തതാണോ ആളുകൾ? അല്ല, അവരുടെ മതപരമായിട്ടുള്ള സ്വത്വം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നങ്ങളെ രാഷ്ട്രീയമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ പ്രശ്നത്തിന് രാഷ്ട്രീയമായിട്ട് എങ്ങനെ പരിഹാരമുണ്ടാക്കാം എന്ന് ആലോചിച്ചിട്ട് അതിന് വന്ന് വോട്ട് ചെയ്യുകയാണ്. അങ്ങനെ വോട്ട് ചെയ്യുന്നിടത്തേക്ക് അവരുടെ വോട്ട് വന്ന് വീഴുന്നിടത്ത് ഇടതുപക്ഷവും CPMും അവരുടെ ചോയ്സായിട്ട് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഹർഷ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ പൊതുവിൽ ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പൊതുവിൽ ഇത് പോസിറ്റീവായിട്ട് CPMമാർ ഇതെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണൂർ ഇവരുടെ ശക്തി കേന്ദ്രമാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുകയാണ്. എന്നിട്ട് അതിനെ മുഖ്യമന്ത്രി വന്നിട്ട് അയ്യോ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ, നമുക്കൊന്ന് സംരക്ഷിച്ചു കൊടുത്തേക്കാം എന്ന മട്ടിൽ അതിനെ അങ്ങ് ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു കാര്യം, നമ്മൾ മുഖ്യമന്ത്രിയല്ല, സോറി മുൻ മുഖ്യമന്ത്രി, സോറി പറഞ്ഞു കുറച്ച് ദിവസം എടുക്കും അത് മാറാൻ, മുൻ മുഖ്യമന്ത്രി. അപ്പോൾ പിന്നെയുള്ളൊരു കാര്യം ഹർഷ, അതായത് ഇത് നമ്മൾ കേൾക്കുന്നതെല്ലാം പിണറായി വിജയനെയും ഗോവിന്ദ മാഷയും എതിർത്തുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് എനിക്കുള്ളൊരു കാര്യം, ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നതായിരിക്കാം, അവർ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ അവരവരുടെ യോഗങ്ങൾക്കകത്ത് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് എല്ലാ വശങ്ങളും പറയുന്നുണ്ടാവും. ഇതായിരിക്കും ജനപ്രിയതയും പുറത്തേക്ക് വരാൻ വാർത്ത എളുപ്പമായതുകൊണ്ടും നമുക്ക് ഈ വാർത്ത കിട്ടുന്നതായിരിക്കാം. അതല്ല, അങ്ങനെയല്ല, മറിച്ച് ഇവരെ മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ നേതാക്കളും എല്ലാം എതിർക്കുന്നതെങ്കിൽ അത് അപകടകരം എന്നേ പറയേണ്ടതുള്ളൂ. കാരണം ഇവരുടെ നേതാക്കന്മാരെ ക്ഷീണിപ്പിക്കാനാണ് ഇവരുടെ എതിർപക്ഷത്തിലെ ആളുകളെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ചും BJP. അതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെയുള്ള കഥകൾ ശരിയല്ലാത്തതും ഒക്കെ ആയിട്ട് ഈ അന്തരീക്ഷത്തിലേക്ക് ഈ ഫോൺ വഴി ഇറങ്ങിപ്പോയൊരു 5 വർഷക്കാലമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവരുടെ നേതാക്കളെ നിർവീര്യമാക്കി കളയുക, ഇവരുടെ നേതാക്കൾക്ക് നേതൃശേഷിയില്ല എന്ന് പ്രചരിപ്പിക്കുക എന്ന എതിരാളികൾ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവരും ചെയ്യുന്നതെങ്കിൽ കഷ്ടം എന്നേ ആ പാർട്ടിയോട് പറയേണ്ടതുള്ളൂ. ഇവരെല്ലാം കുറേ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയം പാരമ്പര്യമുള്ള ആളുകളാണ്. ഇത് ഇപ്പം നരേന്ദ്രമോദി വൻ ഗംഭീരമായിട്ട് അങ്ങോട്ട് വിജയിച്ച് വരുമ്പോൾ നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായുള്ള സവിശേഷത അതിനകത്ത്
നിശ്ചയമായിട്ടും ഉണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ സവിശേഷത കൊണ്ട് മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്രീയം RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയം രാജ്യത്ത് വരുന്നത്. അത് RSSൻ്റെയും BJPയുടെയും പതിറ്റാണ്ടുകളായിട്ട് BJPയുടെയും നൂറ്റാണ്ടിനോടടുത്തിട്ട് RSSൻ്റെയും പ്രവർത്തന ഫലമായിട്ടാണ്. അതിൻ്റെ ഒടുവിൽ വന്ന് നേതൃഭാഗത്തേക്ക് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതുകൊണ്ടാണ്, ആ നേതൃശേഷി അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയുന്നു ഒപ്പം എന്നതുകൊണ്ടാണ് അവിടേക്ക് എത്തുന്നത്. പരാജയം അങ്ങനെ തന്നെയാണ്. പരാജയത്തിന് കാരണം ഇവരുടെ കുറേ കാലത്തെ എല്ലാവരുടെയും പ്രവർത്തനമാണ്. അല്ലാതെ അതിൻ്റെ പരാജയത്തിൻ്റെ സമയത്ത് MV ഗോവിന്ദൻ മാസ്റ്ററാണ് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി, പരാജയത്തിൻ്റെ സമയത്ത് ഇദ്ദേഹമാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത് എന്നതുകൊണ്ട് അവർ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഇവരെ പിന്നെ വിമർശിച്ച് ഞങ്ങളെ തടികയച്ചിലായി കളയാമെന്നാണ് CPM വിചാരിക്കുന്നെങ്കിൽ കഷ്ടം എന്നേ അവരെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഹർഷ, അല്ലേ? തീർച്ചയായിട്ടും ഏതാണ്ട് അത് തന്നെയാണ് എൻ്റെ ആ വിഷയത്തിലെ നിലപാട്. ഒരു കാര്യം സനീഷ്, എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും ഒരു ചേർത്ത് വെച്ച് കാണാൻ തോന്നുന്നത് ഒരുപക്ഷെ വിമോചന സമരാനന്തര കാലത്തുണ്ടായ അല്ലെങ്കിൽ വിമോചന സമരത്തിന് ശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ വന്ന ഒരു ഐക്യപ്പെടലുണ്ടല്ലോ, ആ മട്ടിലുള്ള ഒരു ഐക്യപ്പെടൽ ഒരുപക്ഷെ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും ഏതാണ്ട് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഇപ്പം മുസ്ലിം വർഗീയത മാത്രം അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക ശക്തി ആ മട്ടിൽ UDFിനൊപ്പം നിന്നതുകൊണ്ട് മാത്രം എന്നൊന്നും വിലയിരുത്തി പോകുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. കാരണം എല്ലാ സാമുദായിക വിഭാഗങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഐക്യപ്പെട്ടു UDFിനോട് എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം വലിയ അളവിൽ CPIMൻ്റെ പ്രവർത്തകരും അണികളും അനുഭാവികളുമായിട്ടുള്ളവർ പോലും UDFിനോട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യപ്പെട്ടു എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ഒരു രാഷ്ട്രീയ അവധാനത ഇത്തരം വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ടതിന് പകരം ഈ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുകയാണ് KK രാഗേഷ് ചെയ്തത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും പ്രശ്നം എന്താണ്? ഇന്ന് പിണറായി വിജയൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ P ജയരാജൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ വിഷയങ്ങളാണ്. അതൊന്നുമല്ല ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ മുന്നിലുള്ളത്. അത് KK രാഗേഷിൻ്റെ പ്രതികരണമാണ്. ഈ പ്രതികരണങ്ങൾ ഈ മട്ടിലുള്ള ലളിതവൽക്കരണമാണ് രാഷ്ട്രീയം നഷ്ടപ്പെട്ട ഒരു പക്ഷമാണ് ഇടതുപക്ഷം എന്നുള്ള തോന്നൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകളിൽ ഉണ്ടാക്കിയത്. അത് മാറേണ്ട സാഹചര്യമാണുള്ളത്. അതിലാണ് ഈ ചർച്ചകൾ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ മുസ്ലിം ലീഗ് ഒരു കാലത്തും മതപരമായ താല്പര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുള്ള പാർട്ടി അല്ല എന്ന അഭിപ്രായം എനിക്കില്ല. മുസ്ലിം ലീഗ് പല തെരഞ്ഞെടുപ്പിലും ലീഗിൻ്റെ പ്രവർത്തകർ താഴത്തിൽ പ്രത്യേകിച്ച് ആ നിലയ്ക്ക് മതം ഒരു പ്രചാരണ വിഷയമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തെളിവ് സഹിതം നമുക്ക് മുന്നിൽ പലപ്പോഴും വന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് ചില പ്രവർത്തകർ അങ്ങനെയൊക്കെ ചെയ്യും. അത് പക്ഷേ അത് ലീഗിൻ്റെ ആകെ സ്വഭാവം ഇതാണ്. അതിനനുസരിച്ച് ആ സമുദായം മൊത്തം വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എന്താണ് കാരണം? ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പോലും വന്നാൽ നമ്മളിപ്പോൾ ഇതുവരെ പുറത്തു വന്ന സാമുദായിക കണക്ക് നമ്മൾ പലതവണ ഇവിടെ കണക്ക് കൂട്ടി പറഞ്ഞതാണ്. കണക്ക് നോക്കിയാൽ എന്താണ്? CPIMന് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ പരാജയം നേടിയ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് ചെയ്ത രണ്ടാമത്തെ സാമുദായിക വിഭാഗം ഏതാണ്? അത് മുസ്ലിങ്ങളാണ്. എന്നിട്ടാണ് KK രാഗേഷ് ഈ മണ്ടത്തരം അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടിക്ക് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നം എങ്കിൽ അത് വീണ്ടും അത് തുടരുകയാണ് KK രാഗേഷിൻ്റെ ഈ പ്രസംഗത്തിലൂടെ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകളോ അത്തരം രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ വരികയോ ഒക്കെ വേണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാ ചർച്ചകളും രണ്ട് നേതാക്കന്മാരാണ് ഈ മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന നിലയ്ക്ക് അതിനെ പ്ലേസ് ചെയ്യുന്നതിലും പ്രശ്നമുണ്ട്. രണ്ട് നേതാക്കൾക്ക് അപ്പുറത്തും ഈ പ്രശ്നമുണ്ട് എന്നുള്ളതിന് തെളിവാണ് KK രാഗേഷിൻ്റെ ഇന്നത്തെ പ്രസംഗം. കാരണം ആ രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ വിവേചന ബുദ്ധിയോടെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നതിൻ്റെ ലക്ഷണമാണല്ലോ അത് ആണ് തീർച്ചയായും പരിഹരിക്കേണ്ടത്. പിന്നെ പുറത്തു വരുന്ന വാർത്തകൾ, ഈ ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ മറ്റൊരു തരത്തിൽ എന്നെ ആശങ്കപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അതായത് ശരീരഭാഷയാണ് പ്രശ്നം. ഇപ്പോൾ ഗോവിന്ദ മാഷ് തന്നെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം അവിടെ അതങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് എൻ്റെ ശരീരഭാഷയാണ് പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതിയാണ് പ്രശ്നം എന്നൊക്കെ വന്നാൽ
അതൊക്കെ എളുപ്പവഴിയാണ്, എളുപ്പവഴി. അതായത് 100% മാത്രമാണ് അതൊരു പ്രശ്നമാവുക. അതിനപ്പുറത്തുള്ള മറ്റ് രാഷ്ട്രീയമാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിമർശനങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ സർക്കാരിൻ്റെ നടപടികൾ തന്നെയാണല്ലോ ജനം വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന് പാർട്ടി എന്ന നിലയ്ക്ക് അതിൻ്റെ രാഷ്ട്രീയത്തെ അത് കൈവിട്ടോ എന്നുള്ളതും. ആ കാര്യം ഈ ജില്ലാ യോഗങ്ങളിൽ, കമ്മിറ്റികളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. ഇതിപ്പോൾ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പ്രശ്നം എന്ന് ലളിതവൽക്കരിച്ച് ഈ പ്രശ്നത്തെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. ചിലപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചോർന്ന് വരുന്ന വാർത്തകളിൽ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ഒന്ന് എന്ന നിലയ്ക്ക് അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട്, അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് കൊണ്ടും അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ അല്ല ഈ ചർച്ചകൾ, ശരീരഭാഷയിലല്ല ചർച്ച ചെയ്ത് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അതിലാണല്ല കൺക്ലൂഷൻ എത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇന്ന് ഇതൊക്കെ പറയുമ്പോഴും സനീഷ് ആദ്യം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി കിട്ടി എന്നതിൻ്റെ നിശബ്ദത, അത് തീർച്ചയായും അത് പിണറായി വിജയൻ ആ നിലയ്ക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അത് അദ്ദേഹം ആളുകളെ ആ നിലയ്ക്ക് തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ഈ ഇതുവരെയുള്ള നിശബ്ദതയിലൂടെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ അത് പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങൾ വിശദീകരിക്കേണ്ടത് പാർട്ടി വിശദീകരിക്കും, പാർട്ടി പഠിച്ച് പാർട്ടി വിശദീകരിക്കും എന്നുള്ളത് അത് പാർട്ടി ചെയ്യുന്നുണ്ട്. അതെ, സർക്കാരിനെ നയിച്ച പിണറായി വിജയൻ അത് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യേണ്ടതെന്ന് മാത്രമല്ല, വിശദീകരിക്കുക മാത്രമല്ല, നിശിതമായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു തന്നെ പോകണം വേണം. ആ ചോദ്യങ്ങൾക്ക് ഇരയാവണം അദ്ദേഹം. കാരണം 10 വർഷം ഭരിച്ച ആളാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നെ സംബന്ധിച്ച് വന്ന് വർത്തമാനം പറയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഭരണമാറ്റമൊക്കെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലുള്ള അമിത ആവേശത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് നിന്ന് മറുപടി പറയുക കൂടെ വേണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഇനി അദ്ദേഹം ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സർക്കാർ വിമർശനമായിരിക്കും എന്നുള്ള അങ്കലാപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് പറയാനുള്ള കാര്യങ്ങളാണോ ഇനി നമ്മൾ കേൾക്കേണ്ടത്? സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയാണ്. അതായത് അദ്ദേഹം ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഉചിതമായ അവസരത്തിൽ ഈ സർക്കാരിനെ വിമർശിക്കാൻ, വല്ല PM-ശ്രീയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം, ഈ വരും ദിവസങ്ങളിൽ തന്നെ വരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതേക്കുറിച്ച് പറയാനായിരിക്കും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത്. അങ്ങനെ 10 വർഷം താൻ മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചിട്ട് തൻ്റെ ഫോട്ടോ മുഴുവൻ സ്ഥലത്തും വെച്ചിട്ട് പിണറായി സർക്കാരിന് വേണ്ടി വീണ്ടും വോട്ട് ചെയ്യുകയോ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലക്ക് അദ്ദേഹം സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു എന്നുള്ള തോന്നൽ കൂടെ എനിക്കുണ്ട് കേട്ടോ. തീർച്ചയായും ഈ ഘട്ടത്തിൽ അങ്ങനെയാണ് തോന്നൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും നിരാശരാകും. അതിശക്തമായ വിമർശനങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPIM യോഗങ്ങളിൽ നേതൃത്വത്തിനെതിരെ ഉയർന്നത്. കെട്ടഴിച്ച പരാതികൾ അത്രയും ഓരോ ഘടകങ്ങളിലും നീണ്ട ചർച്ചകൾക്ക് വിധേയമായി. മേൽഘടകങ്ങളിൽ നിന്ന് തുടങ്ങി കീഴ്ഘടകം വരെ ഈ അവലോകനം തുടരുകയും ചെയ്യും. അതായത് കൂറ്റൻ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ ഓരോ ഘടകവും സ്വയം വിമർശിച്ചും അല്ലാതെയും തിരുത്തിയെടുക്കുന്ന സമയമാണിത്. കീഴ്ഘടകങ്ങളിലേക്ക് എത്തുമ്പോൾ വിമർശനങ്ങളുടെ മൂർച്ച ഇനിയും കൂടുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ രൂക്ഷ വിമർശനങ്ങൾക്കിടെ തിരുവനന്തപുരത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വയം വിമർശനത്തിന് തയ്യാറായി എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. വിമർശനങ്ങൾ കേൾക്കാനും തിരുത്താനും നേതൃത്വം തയ്യാറായി എന്നത് സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. യോഗങ്ങൾക്ക് ശേഷം CPIM കൈക്കൊള്ളുന്ന തിരുത്തൽ നടപടികൾ എന്തെല്ലാം ആയിരിക്കും എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നതും. UDF സർക്കാരിനെതിരെ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഉയരാൻ തയ്യാറെടുക്കുന്ന LDF-ന് ഈ തിരുത്തൽ നടപടികൾ ഏറെ നിർണായകമാകും എന്നുറപ്പാണ്